ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഇവിടെ ഒരാളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞാനപ്പോൾ സർപ്രൈസും കൊടുക്കില്ല, കേക്കൊന്നും ഞാൻ വാങ്ങിക്കില്ല. എൻ്റെ ബർത്ത്ഡേ നിങ്ങളാദ്യം കേക്ക് വാങ്ങി തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ കേക്ക് വാങ്ങിക്കലെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ അമോറ കേക്ക്സിൻ്റെ ഒരു സർപ്രൈസായിട്ട് പയ്യന്മാരെ കൊണ്ട് കൊടുത്ത് അവന്മാർ വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത മനുഷ്യൻ മനസ്സിലായിക്കണം. അതിന് പേരൊന്നും ഞാനൊന്നും എഴുതാൻ പറഞ്ഞില്ല, വിഷ് ചെയ്യാനും. പക്ഷേ എന്നെ വിളിച്ചില്ല ഇതുവരെ. അപ്പോൾ എനിക്കറിയാം എന്തായാലും ഞാനാണെന്ന് ഉറപ്പിച്ചല്ല വേറെ ആരോടൊക്കെ സർപ്രൈസ്. ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ അറിയാം, വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം. ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ആ മനുഷ്യ കേക്ക് മനുഷ്യ അവന്മാർ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു. ആ വീഡിയോ എന്നോട് ആഡ് ചെയ്യാം കേട്ടോ. നോക്കട്ടെ, ഞാൻ വേച്ചിട്ട് കേക്ക് ചെല്ലുമ്പോൾ ഞാനാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു, പക്ഷെ വിളിച്ചില്ല. അങ്ങനെ ആരാ മോയി എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയും ചിലപ്പോൾ വോയിസ് മാത്രമേ കേൾക്കൂ കേട്ടോ, വീഡിയോ ഒന്നും കാണില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സംശയമൊന്നും ഞാനാണ് കേക്ക് കൊടുത്തയച്ചെന്ന്, ഞാനല്ല എന്നുള്ള ഭാവത്തോടെ ആയിരിക്കും എൻ്റെ പെർഫോമൻസ്. നമ്മളെ പോകും നോക്കട്ടെ. വന്നോമാര് വീഡിയോ എടുത്തോണ്ട് പോയാ ചുമ്മാ ഡാ പഠിക്കില്ല കേട്ടോ. ഇതിന് ആരെങ്കിലും പറഞ്ഞു ഓർഡർ ചെയ്തിട്ട് വന്നായിരിക്കും. എന്നെ സർപ്രൈസ് ചെയ്യിക്കാൻ നോക്കണേ. എന്തും കൂടെ ഉണ്ടായിരിക്കും ഈ എന്തേലും മനുഷ്യന്. ആന്ന് നിങ്ങളെ ഡിയർന്നും പോണു. ഞാനാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഹബിന്ന് അങ്ങനെയൊക്കെ അല്ലേ വയ്ക്കുള്ളൂ, മൈ ലൈവൂന്ന് അങ്ങനെയല്ലേ വയ്ക്കുള്ളൂ. ചേച്ചി വിളി ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ ചായയൊന്നും കുടിക്കണല്ലേ, ചുമ്മാ എനിക്ക് വാങ്ങിച്ചേ. സ്വന്തം ഡിയർന്നും പോണ്ടെന്ന് എഴുതണോ? ഒരാള് കേക്ക് വീട്ടിൽ വാങ്ങിച്ചൊക്കെ കിട്ടും, അത് ആരും ചോദിക്കൂലേ? ചേച്ചി വിളിക്കട്ടെ, വീഡിയോ എടുത്തൊക്കെ തെളിവ് വേണമല്ലോ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്ന് പോയിട്ട് ആരാ എടി? ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു തന്തേ ഉള്ളു, ഞാൻ കേക്ക് വാങ്ങിക്കുമെന്ന് വാങ്ങിക്കൂല. വാങ്ങിച്ചോട്ട് ഞാൻ ഈ ഡിയർ എന്ന് പോയിട്ട് കേക്ക് വാങ്ങിച്ചോന്ന് ആരും എനിക്ക് ഇപ്പം അറിയണം. എന്തായാലും ചേച്ചി ആണെങ്കിൽ ചേച്ചി പറഞ്ഞേനായിരുന്നു. എന്നും പോലുള്ള വീട്ടിൽ കേക്ക് കൊണ്ടുവന്നാൽ നിനക്ക് വാങ്ങിച്ചു വയ്ക്കും. ഇത് അല്ല പത്തൊരു കാണട്ടെ ചോദിക്കട്ടെ, വാങ്ങിച്ചു വയ്ക്കുമെന്നാ വീഡിയോ എടുത്തോണ്ട് പോയത്. എന്നാ പിന്നെ അത് അന്വേഷിക്കൂ, എന്നെ വിളിച്ചു ചോദിക്കാൻ എന്ത്? ഞാനാണെങ്കിൽ തന്നെ എന്നെ വിളിച്ച് അന്വേഷിക്കൂലേ ആരെന്നറിയാൻ? ചേച്ചി വിളിച്ചു, ചേച്ചിയാണെങ്കിൽ ഇപ്പൊ നോക്കിയുടെ കൊലപാതകം നടക്കും. ഹലോ ചേച്ചി, കേക്കാണോ ഓർഡർ ചെയ്താ? കേക്ക് എങ്ങനെ ഓർഡർ ചെയ്താ? ഈ കൺട്രി ഞാനൊന്നുമല്ല. ഈ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഒരു കേക്ക് വന്ന് വാങ്ങിച്ചെങ്കിൽ വെച്ച് ഇവിടെ ആരൊന്നും ചോദിച്ചൊന്നുമില്ലെന്ന്. ഞാനല്ല നിനച്ചിരുന്ന് കേൾക്കാൻ. ഞാൻ എന്തിനു വാങ്ങിക്കണ? ചേച്ചി എന്നെ ചുമ്മാ സർപ്രൈസ്. ഞാൻ ചേച്ചിയാണെങ്കിൽ ഇവിടെ കൊലപാതകം തുടങ്ങുമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ആരാ ഹാപ്പി ബർത്ത്ഡേ ഡിയർ കൂടെ വീഡിയോ എടുത്തോണ്ട് പോയെന്ന്? വീഡിയോ തെളിവ് വേണോ? ഞാൻ പറഞ്ഞ തെളിവ് എടുത്ത് വെക്കട്ടെ ഞാൻ പറഞ്ഞതാണ്. വിളിച്ചു ചോദിക്കൂലേ സാധനം വഴി പറഞ്ഞില്ല, ഞാൻ വിളിക്കുകയും ചെയ്യും ഒരു പ്രാവശ്യം. ആരുടെ കൊടുക്കുന്നുണ്ടായിരുന്നു? അപ്പൊ നിങ്ങൾ വേറെ ആരെങ്കിലും ഫോൺ വിളിച്ച് എനിക്ക് നിങ്ങൾ കേക്ക് വാങ്ങിച്ച് കീശ വെച്ചിട്ട് മിണ്ടാവിടെ ഇരിക്കുക. എന്നെ വിളിച്ചു ചോദിച്ചാ വെച്ച് എന്നെ വിളിച്ചു ചോദിക്കണ്ടേ? നീ കേക്ക് ഓർഡർ ചെയ്യാതെ നീ വിളിച്ചു ചോദിക്കൂലേ? എന്തിനൊന്നും അയ്യേ. ഒരു വീട്ടിൽ വന്ന സാധനം വാങ്ങി വീട്ടിൽ വയ്ക്കുക, അത് വിളിച്ച് അന്വേഷിക്കാൻ നിൽക്കുമോ? നീ ആണെങ്കിൽ എന്തിനു ചെയ്യും? അതന്നെ അതന്നെ തിന്നും. ആരൊന്നും അറിയാതെ ഹാപ്പി ബർത്ത്ഡേ കൊണ്ട് കേക്ക് കൊണ്ടുവന്ന് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. ആ പെണ്ണ് പിള്ളേരുകൊണ്ട് ഞാൻ പോണേ, എനിക്കറിയാൻ വയ്യ. ഈശ്വര എന്തിനൊക്കെ നടക്കണം വീട്ടിൽ. ആരെന്നറിയണ്ടേ? അല്ല വിഷം വെച്ച് ആരെയും കൊണ്ടുവന്നാണെ എന്തിനീ അങ്ങനെ ഒറ്റയ്ക്ക് നദി തിന്നല്ലോ. ചിലപ്പോൾ ഇതിൻ്റെ അച്ഛത്ത് വൈരാഗ്യമുള്ള ഗെയിമിലുള്ള ആരെയും കൊണ്ട് കൊടുത്തിട്ട് പോയതായിരിക്കും ഇത്ര കറക്റ്റായിട്ട് കൊടുത്തോളൂ. കൊണ്ടുവന്നില്ലേ നമുക്ക് ഒരുമിച്ച് ഇതിന് വീട്ടിൽ ആരെങ്കിലും പൊട്ടിയൊക്കെ നമ്മൾ ഞാൻ വരാൻ പറ്റും. എനിക്കറിയാൻ
വേണ്ട അച്ഛനെ തന്നെ കൊടുക്കും ഞാൻ മുട്ടിനുള്ള കാര്യങ്ങൾ അങ്ങനെ വിടും എന്റെ എന്റെ ബർത്ത്ഡേ കേക്ക് വാങ്ങിയതാണ് മനുഷ്യനാണോ സ്വഭാവം പറയുന്നത് ഞാൻ അന്തമുണ്ട് എങ്കിലും ആരും വല്ല കൊണ്ടോ ചോദിക്കണം ആരാണ് എവിടെ നിന്നാണ് അപ്പൊ ഇതാണ് എന്റെ ഭർത്താവ്. ആര് വീട്ടിൽ എന്തുകൊണ്ടാലും വാങ്ങിയത് വീട്ടിൽ വയ്ക്കുന്നത് അറിയായിരുന്നു ഞാനാണ് കൊണ്ടുവന്നതെന്നുള്ളത്. എന്നാലും ചെറുതായിട്ടൊന്ന് പേടിച്ച് ചേച്ചിയൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ച് അപ്പൊ ചേച്ചി അല്ലെന്നുള്ള ഉറപ്പായി. ഇതിന്റെ സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ഞാൻ എന്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് എന്റെ ഭർത്താവ്. നിങ്ങൾ എല്ലാവരും കാണണം ഗൈസ്, നിങ്ങൾ എല്ലാവരും കാണണം. ഞാൻ ആ വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അമ്പലത്തിൽ വിളക്കുണ്ട്, അപ്പൊ പോകാൻ പോണം. Thank you.